വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മണ്ണന്തല, നമ്മുടെ തിരുവനന്തപുരം മണ്ണന്തല നമ്മുടെ ഒരു സ്വരാജ് മസ്തയുടെ സർവീസ് സെൻ്റർ ഉണ്ട് കേട്ടോ. അപ്പം അതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണന്തല എത്തുന്നതിന് മുമ്പ്, നമ്മുടെ വട്ടപ്പാറയിൽ നിന്ന് വരുമ്പോഴും മണ്ണന്തല എത്തുന്നതിന് മുമ്പ് വലസൈഡിൽ ഒരു കുളമുണ്ട് കേട്ടോ, ഒരു വലിയൊരു കുളം. അപ്പോൾ ആ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ട്രൂ വാല്യൂവിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു റോഡ്, നമ്മുടെ കല്ലൊക്കെ പാവി ഒരു റോഡ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കയറി പോകേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അകത്തോട്ട് അങ്ങ് കയറി പോകണം. അപ്പോൾ അങ്ങനെ അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ SML സർവീസ് സെൻറ്റർ, SML ഷോപ്പിൻ്റെയൊക്കെ ബോർഡുണ്ട്. നമ്മൾ ഈ ഏരിയ ഞാനൊന്ന് കാണിച്ചു തന്നുള്ള വീതിയുള്ളതും നല്ല പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുള്ള ഒരു നല്ല ഏരിയ. നിങ്ങളുണ്ടല്ലോ മാരുതിയുടെ ഒരു സർവീസ് സെൻ്ററിൻ്റെ ബോർഡും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ റോഡാണ്, ഇതാണ് നമ്മുടെ SML സർവീസ് സെൻ്ററിലോട്ടുള്ള റോഡ്. അപ്പോൾ നമുക്ക് ഇനിതാ ഇതിന് മേളിലോട്ട് കയറി പോകണം. അപ്പോൾ കയറി പോകുമ്പോഴത്തേക്കും നല്ല വിശാലമായ, രണ്ട് സൈഡിലും നല്ല വിശാലമായൊരു പൊക്കം കൂട്ടിയൊക്കെ മതിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിങ്കല്ലിലേക്ക് കെട്ടിയ റോഡാണ്. നമ്മളിതാ ഇങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മളിവിടെ നമുക്ക് ഇടത്തോട്ട് തിരിയണം. അപ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് നിങ്ങളിതാ കാണുന്നതാണ് നമ്മുടെ സ്വരാജ് മസ്ത, അല്ലെങ്കിൽ ബസ്സുകളുടെ രാജാക്കന്മാരെന്നൊക്കെ പറയുന്ന കണക്കുള്ള അതിൻ്റെ നമ്മുടെ സ്വരാജ് മസ്ത SMLൻ്റെ അതിവിശാലമായ ഷോറൂം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് കയറി വന്നു. അപ്പോൾ ഇതിനകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഒരുപാട് പുതിയ വണ്ടികൾ കിടപ്പുണ്ട്, സർവീസിന് വന്ന് കിടക്കുന്നതും അതല്ലാതെ തന്നെ ഡെലിവറി കാത്ത് കിടക്കുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് വണ്ടികൾ ഞാൻ കണ്ടു കേട്ടോ. ഇത് കണ്ടത് നല്ല വേറെ ഒരു എന്താ പറയുക, നമ്മൾ വേറൊരു രീതിയിലുള്ള സർവീസ് ഉണ്ടാണ്. നമ്മൾ വരുമ്പോഴത്തേക്കും തന്നെ നമ്മളെ ഒന്നും മുഷിയിപ്പിക്കത്തില്ല. നമുക്ക് ഈ വരുന്ന സർവീസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകം റെസ്റ്റ് റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ ചായ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഡെലിവറി പോകാൻ കിടക്കുന്ന വണ്ടികൾ അത് ആ നല്ല രീതിയിൽ നീറ്റായിട്ട് എല്ലാം ഫുൾ ക്ലിയർ ചെയ്തിട്ടാണ് അവർ മാറ്റിയിട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സർവീസിനായിട്ട് വരുന്ന വണ്ടികളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി വർക്ക്ഷോപ്പാണ് കേട്ടോ. വർക്ക്ഷോപ്പെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അവരുടെ ആ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ SMLൻ്റെ സർവീസ് സെൻ്ററിലെ അവരുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ്. അവർ ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത അത് ഞാൻ കണ്ടതാണ് കേട്ടോ. ഞാൻ കൊണ്ടുപോയ വണ്ടിയിൽ തന്നെ ഒരു ഓടി വരിക ചെയ്യും. പെട്ടെന്ന് വന്നു നമ്മളെ ഒന്നും മുഷിയിപ്പിക്കാത്ത രീതിയിൽ പെട്ടെന്ന് എന്താണ് സാർ, എന്താണ് കംപ്ലയിൻ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി വരിക ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ വണ്ടിയിലെ കംപ്ലയിൻ്റ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഷോപ്പിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതൊക്കെ ഡെലിവറി കാത്ത് കിടക്കുന്ന വണ്ടികളാണ്. ഇത് നോക്കി, നമ്മുടെ അടിപൊളി നമ്മുടെ മസ്തയുടെ ടിപ്പറായിട്ട് വരാനുള്ള വാഹനമാണിത്. അതിൻ്റെ ബോഡി ഇല്ലാതെ ഉള്ളത്. പിന്നെ അതുകൂടാതെ ബോഡിയുള്ള വണ്ടികളുണ്ട്, നല്ല സൂപ്പർ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളിതൊന്ന് നോക്കി വണ്ടി ഇതായത് കൊണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ ഒരു പുതിയൊരു ബസ് കിടപ്പുണ്ട്. ഇത് നേരത്തെ ഇറങ്ങി യാസീർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയ വണ്ടിയാണ്. ഇത് സർവീസിന് വന്ന് കിടക്കുന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് അല്ലാതെ അവിടെ നിന്ന് ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ വണ്ടിയെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. എന്തുകൊണ്ടും വളരെ നല്ല വണ്ടി തന്നെ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു വലിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നോക്കുക, SML നല്ല സൂപ്പർ വണ്ടി തന്നെയാണെന്ന്. അപ്പോൾ അതിനുശേഷം നോക്കിയാൽ ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു സമയമില്ലായിരുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അവർ ആ വണ്ടി എടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അതിൻ്റെ പവറും കാര്യങ്ങളും അതുകൂടാതെ തന്നെ വണ്ടിയുടെ ആ നമ്മുടെ ഒരു പിക്കപ്പും കാര്യങ്ങളും അതൊക്കെ കൂടുതലാണെന്നും വളരെ ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ഇതിന്. അകത്ത് സീറ്റും കാര്യങ്ങളെല്ലാം നല്ല സ്റ്റൈൽ, വേറെ വണ്ടികൾ വെല്ലാനില്ല എന്നുള്ള രീതിയിൽ നല്ല സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് തന്നെ നോക്കി, നല്ല ഷേപ്പ് ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഗ്ലാസ്സുകൾ. അപ്പോൾ ഇത് നമ്മുടെ SMLൻ്റെ ന്യൂ ഷേപ്പ് വണ്ടികളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അതുകൂടാതെ ഇതൊക്കെ കിടക്കുന്നത് എല്ലാം ഓൾഡ് ഷേപ്പുകളാണ്. ഓൾഡ് ഷേപ്പിൽ ആദ്യം ഇറങ്ങിയ മോഡൽ വണ്ടികളാണ് നിങ്ങൾ ഈ സർവീസിനായി കിടക്കുന്നത് കേട്ടോ. ഈ വാഹനം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനവിടെ ഇതിന് കുറേ നേരം അത് നോക്കിക്കൊണ്ടൊക്കെ നിന്നായിരുന്നു. അതിനുശേഷം നോക്കിയാൽ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു വാഹനമാണിത്. ഇത് ഡെലിവറി കാത്ത് കിടക്കുന്ന വാഹനമാണ്. നമ്മളെ പ്രൈവറ്റ് സർവീസിന് ഓടാൻ വേണ്ടിയുള്ള വാഹനം SMLൻ്റെ.
ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. SMLന് ഇങ്ങനൊരു സർവീസ് വാഹനം ഉള്ളതായിട്ട് ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് SMLൻ്റെ ഒരു സർവീസ് വാഹനം ഇറങ്ങാൻ ഇതേ കളറിൽ ഞാൻ കാണുന്നത്. എന്തുകൊണ്ടും കൊള്ളാം. നല്ല നമ്മളൊരു ടൂറിസ്റ്റ് വണ്ടിയുടെയൊക്കെ ലുക്കുണ്ട് കേട്ടോ. പിന്നെ നോക്കി ഈ കിടക്കുന്നതെല്ലാം നമ്മളാ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ സ്റ്റൈലിലുള്ള സ്കൂൾ ബസ്സുകളാണ്. വാഹനങ്ങളെല്ലാം തന്നെ നല്ല വേറെ ലെവലിലുള്ള വാഹനങ്ങളാണ്. അപ്പം ഞാൻ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റീസിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോഴത്തേക്കുള്ള ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഈ ഓഫീസിലാണ് നമ്മുടെ ബാക്കിയുള്ള എൻക്വയറി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഷോപ്പും അവരുടെ ആ ഒരു സർവീസും അതുപോലെ തന്നെ വാഹനങ്ങളല്ലെങ്കിൽ തന്നെ ഞാൻ ഓടുന്ന SML ഞാൻ ഓടുന്നതാണ്. അപ്പോൾ ഈ SML മസ്ത എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാൻ മുൻപ് ഓടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ SML വാഹനം ഓടിക്കാൻ. വേറൊരു ഒരു രസമാണ്. ഒരു കൊണ്ട് നടക്കാനുള്ള ആ എഞ്ചിൻ്റെ ആ കാര്യങ്ങളൊക്കെ അത് ആ ലെവലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെയും ഏഷ്യറൊക്കെ ഓടിയിട്ടുണ്ടെങ്കിലും മസ്ത ഓടിക്കുമ്പോഴത്തേക്കുള്ള അത് വേറെ ഒരു സുഖം തന്നെയാണ്. ആ മസ്തയ്ക്കുള്ള ആ ഒരു ക്വാളിറ്റികൾ, മസ്തയ്ക്ക് കുറേ ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിസ്ക്വാളിറ്റികളും ഉണ്ട്. എന്നാലും ക്വാളിറ്റികൾ പറയുമ്പോഴത്തേക്ക് നല്ല നമ്മുടെ എന്താണ് പിക്കപ്പും കാര്യങ്ങളും, വാഹനത്തിന് ആ പിക്കപ്പും അങ്ങനെയൊക്കെ ഉള്ളതും, അതുകൂടാതെ തന്നെ ആ സ്റ്റൈൽ ലുക്ക് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം വേറെ ലെവൽ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കും. നിങ്ങളുടെ ബസ് എടുക്കുക, ടെമ്പോയോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു നോക്കൂ. നമ്മുടെ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിവിടെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മണ്ണന്തലയുള്ള നമ്മുടെ SML സർവീസ് സെൻ്ററിൻ്റെ ഷോപ്പിലൊന്ന് നിങ്ങളൊന്ന് വന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാറായി കേട്ടോ. അപ്പം നമ്മളെന്തായാലും നമുക്കിനി ബാക്കി ഇനി വേറെ ഒന്നും പറയാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് പോവാം. കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.